ഹായ്! ഇന്ന് നമ്മുടെ സ്റ്റുഡൻറ്റ് നിരഞ്ജനയുടെ സബ് ജില്ലാ കലോത്സവമാണ് കേട്ടോ. അപ്പം കലോത്സവമൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ബാക്ക് സ്റ്റേജിലുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്, ഒരു ഡാൻസർ ബാക്ക് സ്റ്റേജിൽ എങ്ങനെയൊക്കെയാണ് ഒരുങ്ങുന്നതെന്നൊക്കെയാണ് ജസ്റ്റ് ഞാൻ ഈ വീഡിയോയിലൊന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം ഞാൻ ദേ പോകാനായിട്ടൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. രാവിലെ 5:30 ആയപ്പോൾ തന്നെ നമ്മൾ റെഡിയായിട്ട് നിൽക്കണം കേട്ടോ. രാവിലെ പോകണം, കാരണം അവൾക്ക് 3 ഐറ്റംസും ഭരതനാട്യം, കുച്ചിപ്പുടി, നാടോടിനൃത്തമാണ് മത്സരിക്കുന്നത്. 3 ഐറ്റവും ഒരു ദിവസം തന്നെ ആയതുകൊണ്ട് നമ്മൾ രാവിലെ അങ്ങോട്ട് പോവുകയാണ്. നെടുങ്കണ്ടം സെൻറ്റ് സെബാസ്റ്റ്യൻസ് സ്കൂളിലായിരുന്നു ഇത്തവണത്തെ നെടുങ്കണ്ടം സബ് ജില്ല നടന്നത്. നല്ലൊരു അടിപൊളി സ്കൂളായിരുന്നു കേട്ടോ. ഫ്രണ്ടിലൊരു നല്ലൊരു പള്ളിയൊക്കെ ആയിട്ട് ഒരു കലോത്സവമൊക്കെ നടത്താൻ പറ്റിയ ഒരു അടിപൊളി സ്കൂളാണ് കേട്ടോ. എല്ലാ സൗകര്യങ്ങളൊക്കെയുള്ള നല്ലൊരു സ്കൂളായിരുന്നു. ഒന്നിനും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു റെഡി ആവാനായിട്ടും എല്ലാത്തിനും. ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല സൗകര്യമുള്ളൊരു സ്കൂളായിരുന്നു ഇത്. ഇപ്പോൾ സമയം ഒരു 7 മണിയൊക്കെ ആയി. ചെന്നതേ നമ്മൾ ഫേസ് ചെയ്യാനായിട്ടിരുന്നു കേട്ടോ. കാരണം ഇന്ന് ഒരുപാട് മത്സര ഇനങ്ങളുണ്ട്. അപ്പം ഒരുപാട് കുട്ടികളുണ്ട്. രാവിലെ ചെന്നിട്ട് നമുക്ക് നേരത്തെ ഒരുങ്ങാം എന്നുള്ളൊരു പ്ലാനിങ് നമ്മൾ രാവിലെ എത്തിയതാണ്. ഇത്തവണ രാജീവ് മാഷിൻ്റെ ഒക്കെ കൂടെ കേട്ടോ വർക്ക് ചെയ്തേ. രാജീവ് മാഷിനെയൊക്കെ നമുക്ക് മുന്നേ ഒരുപാട് വർഷം മുന്നേ അറിയാമെങ്കിലും ആദ്യമായിട്ടാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ഇതിപ്പം വരയ്ക്കുന്നത് അരുൺ മാഷാണ്. ഇങ്ങനെ ഈ ഒരുക്കുന്നതൊക്കെ കാണുമ്പോൾ എൻ്റെ ഓർമ്മകളൊക്കെ ഒരു 7-8 വർഷം പിന്നിലേക്ക് പോകും. ആ ടൈമിൽ സബ് ജില്ല, സ്റ്റേറ്റ് കലോത്സവത്തിനൊക്കെ പോയി മത്സരിക്കുന്നതും ഇതുപോലെ ഇരുന്ന് ഒരുങ്ങുന്നതും നല്ല അടിപൊളിയായിട്ട് റെഡിയായി സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്നതും അതിനുശേഷം റിസൾട്ടിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതും നമ്മുടെ ചെസ് നമ്പർ പറയുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ്സും, ശരിക്കും ഇവരിതൊക്കെ എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ സന്തോഷം. ആ ടൈമിലുള്ള എന്നെ എനിക്ക് ഓർമ്മ വന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ ടൈമൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട്. മാഷുമാരെ മിസ്സ് ചെയ്യുന്നു, ഫ്രണ്ട്സിനെ മിസ്സ് ചെയ്യുന്നു, അതുപോലുള്ള സ്റ്റേജിൽ പെർഫോമൻസസ് ഒക്കെ മിസ്സ് ചെയ്യുന്നു. പിന്നെ ഇപ്പം സ്റ്റുഡൻസിൻ്റെ കൂടെ കലോത്സവത്തിന് പോകുമ്പം അത് വേറൊരു ഫീലാണ്. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക, മുന്നേ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ജസ്റ്റ് സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ എല്ലാം പറഞ്ഞു കൊടുക്കുക. അത് ചെയ്യണം, ഇത് ചെയ്യണം, ഓർത്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ അന്ന് നമ്മുടെ മാഷന്മാർക്ക് ഉണ്ടാകുന്ന ഫീലിങ്ങൊക്കെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഒരു സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ആയിട്ടുള്ള ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസൊക്കെ. ആദ്യം കുച്ചിപ്പുടിക്കാണ് കേട്ടോ റെഡിയാവുന്നത്. 10 മണിക്ക് കുച്ചിപ്പുടി, 11 മണിക്ക് ഭരതനാട്യം, അങ്ങനെ. അപ്പോൾ ഒരുപാട് സമയമൊന്നുമില്ല. വേഗം വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വേണം അടുത്തതിന് പോകാനായിട്ട്. ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ട് കുച്ചിപ്പുടിയുടെ ഡ്രസ്സിങ്ങാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. വിഷ്ണു ചേട്ടനാണ് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തത്. വിഷ്ണു ചേട്ടനൊക്കെ നമുക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയം കേട്ടോ. നമ്മളൊക്കെ മത്സരത്തിനൊക്കെ പോകുന്ന ടൈമൊക്കെ തൊട്ടേ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴും എല്ലാം ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഹെയർ ചെയ്തു. വിഷ്ണു ചേട്ടനും ഉണ്ണിച്ചേട്ടനൊക്കെ നമുക്കൊരു ഫാമിലി പോലെ കേട്ടോ. നമ്മൾ ഒരുപാട് വർഷമായിട്ടുള്ള പരിചയമാണ്. നമുക്ക് പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന ടൈം തൊട്ടേ നമുക്ക് ഹെയർ ചെയ്തു തരുന്നതും നമുക്ക് ഹെൽപ്പ് ചെയ്തു തരുന്നതും എല്ലാം ഇവരൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇവരൊക്കെ കാണുമ്പോൾ നമുക്കൊരു എന്തോ വളരെ വേണ്ടപ്പെട്ട, അല്ലെങ്കിൽ നമുക്കൊരു ഫാമിലി പോലെ തന്നെ ഒരു ഫീലിങ്ങാണ് ഇവരെയൊക്കെ കാണുമ്പോൾ. പിന്നെ ഡ്രസ്സിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവരെ ഒന്ന് അരമണ്ഡലവും മുഴുമണ്ഡലവും ഒക്കെ ഇരുത്തി നോക്കും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എവിടെയെങ്കിലും തട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. പിന്നെ ഓർണമെൻറ്റ്സും പൂവും ഹെയർ ആക്സസറീസൊക്കെ വെച്ച് പെട്ടെന്ന് തന്നെ ഒരുങ്ങി. ഈ സമയമൊക്കെ എത്തിയപ്പോഴത്തേക്കും ടൈം ഓൾറെഡി പോയായിരുന്നു. പിന്നെ സ്റ്റേജിലേക്കൊരു ഓട്ടമായിരുന്നു. നോക്കിയോടി നിരഞ്ജന, തിരിഞ്ഞ നോക്കട്ടെ. ഓക്കെ. പിന്നെ വേഗം ഭരതനാട്യത്തിന് വേണ്ടി റെഡിയായിട്ടോ. ഇനി ഭരതനാട്യം മത്സരത്തിന് പോകും.
എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? നന്നായിട്ട് ചെയ്തല്ലേ? പിന്നെ ഭരതനാട്യം കഴിഞ്ഞു. നമ്മൾ ഓർണമെൻറ്റ്സും പൂവും എല്ലാം അഴിച്ചു മാറ്റുവാണ് കേട്ടോ. ഇനി അടുത്ത ഫോക്ക് മത്സരം 5 മണി 6 മണി ആ സമയത്തേ ഉള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ ഫ്രീ ആണ്. പിന്നെ നിരഞ്ജനയെ പറ്റി പറയുകയാണെങ്കിൽ ഷീ ഈസ് വെരി ഹാർഡ് വർക്കിംഗ്. അത്ര പാഷനേറ്റ് ആണ് അവൾ മാത്രമല്ല അവളുടെ പേരൻസും അതെ. എനിക്ക് തോന്നുന്നു അതുകൊണ്ടും കൂടെയാണ് അവൾക്ക് അത്രയും നന്നായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റാറെന്ന് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ഐറ്റംസിനും അവൾക്ക് എ ഗ്രേഡ് ഉണ്ട്. കലോത്സവത്തിലെ അല്ലെങ്കിൽ റിസൾട്ടിലെ ജെനുവിനിറ്റിയെ പറ്റി പറയാൻ ഞാൻ ആളല്ല. എങ്കിലും കഴിവുള്ള കുട്ടികൾക്ക് ഡിസേർവ് ആകുന്നവർക്ക് കിട്ടട്ടെ. ഇനി ഫോക്കിന് വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ. മുൻപ് കഴിഞ്ഞ ഐറ്റംസിനെ പോലെ അത്ര ഹെവി ആയിട്ടുള്ള ഓർണമെൻറ്റ്സോ ഡ്രസ്സിങ്ങോ ഒന്നുമില്ല. സിമ്പിളാണ്. അതുകൊണ്ട് ഒത്തിരി സമയമൊന്നും വേണ്ട. ആ ഒരു സെറ്റേ ഉള്ളോ? അത് പപ്പാതി കിട്ടും. ഇതാ അവൾ ഫോക്ക് ഡാൻസിനൊക്കെ റെഡിയായി. ഇനിയിപ്പം ചിലങ്കയൊക്കെ കിട്ടിയിട്ട് സ്റ്റേജിന് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ 2 സൈഡ് ആ നമ്മൾ വീട്ടിലെങ്ങനെയല്ലേ പിടിച്ചേ? സമയം ഒരു 8 മണിയൊക്കെ ആയി കേട്ടോ. 6 മണിക്ക് മത്സരം പറഞ്ഞെങ്കിലും ആ സമയത്തൊന്നും നടക്കില്ലല്ലോ. അപ്പം നമ്മളെന്തായാലും നേരത്തെ റെഡിയായി. ഇപ്പം LPയുടെ ഫോക്ക് നടക്കുന്നതേ ഉള്ളൂ. ഇനി UPയും കഴിഞ്ഞിട്ട് വേണം ഹൈസ്കൂളിൻ്റെ നടക്കാനായിട്ട്. എന്തായാലും നേരത്തെ റെഡിയായിട്ട് നമ്മൾ സ്റ്റേജിന് അങ്ങോട്ട് പോകും.
അങ്ങനെ മത്സരമൊക്കെ കഴിഞ്ഞു. ഫോക്ക് ഡാൻസിനും എ ഗ്രേഡ് ഉണ്ട് അവൾക്ക്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഒരു ടീച്ചർ എന്ന നിലയിൽ അവളുടെ പെർഫോമൻസിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തേക്കൂ, ഷെയർ ചെയ്തേക്കൂ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അപ്പോൾ ശരി, ബായ്.